വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ടീ എടുക്കുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. കാർ ഓടിക്കാൻ അറിയാവുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് എടുക്കാൻ കഴിയുന്നൊരു വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. അതിനൊരു ട്രിക്കുണ്ട്. ആ ട്രിക്ക് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ. പിന്നെ നമുക്ക് ലൈസൻസ് എടുക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, നമ്മുടെ ഒറിജിനൽ ലൈസൻസ്, ആധാറിൻ്റെ കോപ്പി, പിന്നെ നമുക്ക് കണ്ണ് ടെസ്റ്റ് ചെയ്തതിൻ്റെ ഒരു ഐ ഹോസ്പിറ്റലിൽ പോയി നമ്മൾ കണ്ണ് ടെസ്റ്റ് ചെയ്യേണ്ട ഒരു ഡോക്ടർ നമുക്ക് കണ്ണിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് തരും. അതിന് ശേഷം നമ്മളൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി പിന്നെ വേറൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആ സർട്ടിഫിക്കറ്റ് പേര് ഇവിടെ ഞാൻ കൊടുത്തേക്കാം. ആ സർട്ടിഫിക്കറ്റും കൂടി നമ്മൾ പോയി ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ കൊടുക്കുകയാണെങ്കിൽ ലേണേഴ്സ് ടെസ്റ്റിന് വിളിക്കും. ആ ലേണേഴ്സ് ടെസ്റ്റിന് 20 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ആ 20 ക്വസ്റ്റ്യൻസിൽ ഒരു 15 എണ്ണം ശരിയായി കഴിഞ്ഞാൽ നമുക്ക് ലേണേഴ്സ് കിട്ടും. അതിനുശേഷം ഒരു 30 ക്വസ്റ്റ്യനുള്ളിലായിരിക്കും നമ്മുടെ ടീ എടുത്തതിന് ശേഷം റോഡ് ടെസ്റ്റും ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽസുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ടീ എടുക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. ഇതാണ് നമ്മുടെ ടീ ശരിക്കും. അപ്പോൾ ഇതിൽ മെയിനായിട്ട് കമ്പികൾ വരുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കമ്പി വരും, 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 ഇവിടെ ഒരു കമ്പി വരും. വണ്ടി എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ ഈ കമ്പിയുടെ വെളിയിലേക്ക് നിർത്തി വേണം വണ്ടി എപ്പോഴും സ്റ്റോപ്പ് ചെയ്യാൻ. ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് ഇവിടുന്ന് ഇങ്ങനെ വണ്ടി മുന്നോട്ടെടുത്ത് ഈ ഇടതുവശത്ത് ഈ കമ്പിയോട് ചെറുതായിട്ടൊന്ന് ചേർത്ത്, കാരണം ഇവിടെ ഈ കമ്പിയിൽ ഇടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ എടുക്കുന്നത്. ചേർത്തെടുത്ത് സാധാരണ രീതിയിൽ എടുക്കുന്ന പോലെ നമ്മൾ ഇവിടെ വരാൻ നേരത്ത് സ്റ്റിയറിങ് ഫുള്ള് നേരെയാക്കി ഈ കമ്പിയുടെ വെളിയിൽ ഇങ്ങനെ നിർത്തുക. ഇത് സാധാരണ ഒരു വണ്ടി ഓടിക്കുന്ന എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. റിവേഴ്സ് എടുക്കുമ്പോഴാണ് നമ്മൾ ടീയിൽ ശ്രദ്ധിക്കേണ്ടത്. റിവേഴ്സ് എടുക്കുമ്പോൾ ആദ്യമേ നമ്മൾ കുറച്ച് ജസ്റ്റ് ഒരു ദൂരം, അതായത് ഈ കമ്പിയുടെ നമ്മൾ വണ്ടിയുടെ വാലെപ്പോഴും ഇവിടുന്ന് വണ്ടി പുറകോട്ട് എടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ വണ്ടിയുടെ വാലെപ്പോഴും ഈ കമ്പിയോട് ചെറുതായിട്ട്, ഒത്തിരി ചേർക്കരുത്, എന്നാൽ ഒരു അടുപ്പിച്ച് വരുന്ന രീതിയിൽ വരണം. എന്നിട്ട് പതുക്കെ കൊണ്ട് റിവേഴ്സ് എടുത്ത് വണ്ടിയുടെ പുറകിലത്തെ വീല് ഏകദേശം ഈ കമ്പിയോടുകൂടി ചേർന്ന് വരുന്ന സമയമാകുമ്പോൾ വണ്ടി ഇവിടുന്ന് ഫുൾ ഓടിക്കണം. വണ്ടി ഫുൾ ഓടിച്ച് പുറകോട്ട് കൊണ്ടുവന്ന് വണ്ടി ഇവിടെ എത്തുന്നിടത്ത് നമ്മുടെ ബസ്സിൻ്റെ പുറകിലത്തെ ക്വാർട്ടർ ഗ്ലാസ്സിലേക്ക് നോക്കണം. പുറകിലത്തെ ക്വാർട്ടർ ഗ്ലാസ്സിൽ കൂടി നോക്കുമ്പോൾ ഈ കമ്പി ആ ക്വാർട്ടർ ഗ്ലാസ് കാണുന്ന അവസ്ഥ എത്തുമ്പോൾ വണ്ടി ഫുള്ള് സ്റ്റിയറിങ് നേരെയാക്കണം. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരിക്കലും വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല, വണ്ടി ഒരിക്കലും നിർത്താൻ പാടില്ല. ഓക്കെ. വണ്ടി ഓഫായി അഥവാ പോവുകയാണെങ്കിലും പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുത്തോളണം. അപ്പോൾ ഇത് റണ്ണിങ്ങിൽ തന്നെ നടക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ജസ്റ്റ് ഈ ക്വാർട്ടർ ഗ്ലാസ്സിൽ കൂടി ഈ കമ്പി കാണുന്ന വണ്ടി സ്റ്റിയറിങ് നേരെയാക്കി കറക്റ്റ് പഴയ പൊസിഷനിലേക്ക് വണ്ടീനെ കൊണ്ടുവരിക. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഇവിടെ റൈറ്റ് ഹാൻഡിൽ കാണിച്ച പോലെ തന്നെ ഈ ലെഫ്റ്റ് ഹാൻഡിലേക്കും വണ്ടി ഇതുപോലെ തന്നെ ഇവിടം വരെ എത്തി കുറച്ച് ഈ കമ്പിയോട് ചേർത്ത് വണ്ടി വളച്ച് ഈ കമ്പിയുടെ വെളിയിൽ കൊണ്ട് വണ്ടി നിർത്തുക. പിന്നീട് വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ കുറച്ച് റിവേഴ്സ് എടുത്ത് ഈ കമ്പിയോട് അടുപ്പിച്ച് കൊണ്ടുവരുന്ന രീതി, വാല് കൊണ്ടുവരുന്ന രീതി വണ്ടി ഏകദേശം അടുത്തെത്താൻ നേരത്ത് പുറകിലത്തെ വീല് ഈ കമ്പിയുടെ ഏകദേശം അടുത്തെത്തുമ്പോൾ ഫുൾ ഓടിക്കണം. ഫുൾ ഒടിച്ച് വണ്ടി പഴയ പോലെ തന്നെ റിവേഴ്സ് എടുത്ത് ഇവിടെ കൊണ്ടുവരുമ്പോൾ ഈ നമ്മുടെ വണ്ടിയെടുത്ത പുറകിലത്തെ ക്വാർട്ടർ ഗ്ലാസ്സിൽ നോക്കാൻ നേരത്ത് ഈ കമ്പി അതിലൂടെ കാണുന്ന ആ ഒരു സമയമെത്തുമ്പോൾ വണ്ടി ഫുള്ള് നേരെയാക്കുക, നേരെ പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. ഇത്രയേ ഉള്ളൂ ശരിക്കും നമുക്ക് ടീയിൽ വണ്ടി എടുക്കുക. ഇനി അത് കഴിഞ്ഞുള്ളത് ശരിക്കും വരുന്നത് റോഡ് ടെസ്റ്റാണ്. റോഡ് ടെസ്റ്റ് പ്രത്യേകിച്ച് ഒന്നുമില്ല, 4 ഗിയർ ഇട്ട് കാണിക്കുക. 4 ഗിയർ ഇട്ട് കാണിക്കുക എന്ന് പറഞ്ഞാൽ ചടപട എന്ന് പറഞ്ഞ് 4 ഗിയർ ഇട്ട് കാണിക്കുന്നതിൽ അർത്ഥമില്ല. നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയുമോ എന്നാണ് അവർ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഓടിക്കുന്ന വഴിയിൽ 4 ഗിയർ ഇടാനുള്ളൊരു സാഹചര്യം ഇല്ലെങ്കിൽ ഒരിക്കലും 4 ഗിയർ ഇടണമെന്നില്ല. തിരക്കുള്ളൊരു വഴിയാണെങ്കിൽ 3 ഗിയർ ഇട്ടാലും കുഴപ്പമില്ല. അവർ പറയും നമ്മൾ ഒരിക്കലും ഗിയർ റിവേഴ്സിലേക്ക് മാറിപ്പോരുത്, ഗിയർ ഇടുമ്പോൾ കപ്പൽ വരരുത്, ചവിട്ടി ഒറ്റയടിക്ക് നിർത്തരുത്,
കയറ്റത്തിൽ നിർത്താൻ പറയുമ്പോഴും പുറകിൽ നിന്നുള്ള വണ്ടി നോക്കിയിട്ട് ഹാൻഡ് സിഗ്നലൊക്കെ കൃത്യമായിട്ട് കാണിച്ചിട്ട് പാലത്തിൽ നിർത്താതിരിക്കുക. പുള്ളി ഇൻസ്പെക്ടർ പറയുന്ന കൃത്യസമയത്ത് സ്ഥലത്ത് തന്നെ വണ്ടി നിർത്താൻ നോക്കുക, വണ്ടി ഒതുക്കി നിർത്താൻ നോക്കുക. വണ്ടി ഒരിക്കലും നമ്മൾ പാലത്തിലൊന്നും കൊണ്ട് നിർത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. റോഡ് ടെസ്റ്റ് നമ്മൾ 4 ഗിയർ ഇട്ട് കാണിക്കണമെന്നില്ല. നല്ല സാഹചര്യം അനുകൂലമാണെങ്കിൽ മാത്രം 4 ഗിയർ ഇട്ട് കാണിച്ചാൽ മതി. അല്ലെങ്കിൽ തിരക്കുള്ള വഴിയാണെങ്കിൽ 3 ഗിയർ പ്രോപ്പറായിട്ട് ഇട്ട് കാണിച്ചാൽ മതിയാവും.